നമസ്കാരം, ഞാൻ ആസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ കൊട്ടിഘോഷിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നു. എനിക്കൊന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നമ്മൾ നിലമ്പൂരിലുണ്ടായിരുന്നത്. UDFന്റെ മുഴുവൻ നേതാക്കളും, അതുപോലെ തന്നെ CPMന്റെ ഇടതുപക്ഷത്തിന്റെ 99 MLA മാരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 ദിവസവും, അതുപോലെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു. ഓരോ വീട് വിടാതെ കയറിയിട്ടായിരുന്നു പ്രചരണം നടത്തിയത്. ഇഷ്ടംപോലെ പണക്കൊഴുപ്പമുണ്ടായി. ഒരു പൈസ കയ്യിലില്ല, നയാ പൈസ കയ്യിലില്ല എന്ന് പറയുമ്പോൾ ആ സിനിമയിലെ പാട്ടൊക്കെ പാടിയ നമ്മളെ അൻവർ അവസാനം ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് അൻവറും പ്രചരണ രംഗത്ത് സജീവമായി. ഒരു പ്രവചനം മുൻകൂട്ടി ആര് ജയിക്കും എന്നൊരു പ്രവചനം മുൻകൂട്ടി ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇലക്ഷൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടത്. ആർക്കും ഒന്നും പറയാൻ വയ്യ. പക്ഷെ അന്നും ചാനൽ 5 വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് 15,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിൽ എത്തുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വളരെ ശക്തമായ മത്സരം നടന്ന ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളവിടെ 1000 വോട്ടോ നേരിയ ഭൂരിപക്ഷമെന്നല്ല പറഞ്ഞത്. ഷാഫി പറമ്പിൽ 1,20,000 വോട്ടിന് ജയിക്കുമെന്ന് നമ്മൾ ചാനലിൽ ഞാൻ എൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഒരുപാട് തെറി എനിക്ക് വന്നു. നമുക്ക് ഇലക്ഷൻ കഴിയട്ടെ, നിന്നെ വീണ്ടും കാണണം, നിന്റെ നമ്പർ തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ കണക്കിൽ ചെറിയ വ്യത്യാസത്തിന് അതിനേക്കാൾ കുറച്ചും കൂടി ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിച്ചു. അതുപോലെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കൊടുക്കും എന്നായിരുന്നു, അത് സുരേഷ് ഗോപി ജയിക്കുമെന്ന് തൃശ്ശൂരിലും, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂർ. ഈ 3 മണ്ഡലങ്ങളായിരുന്നു സത്യത്തിൽ ഒരു മത്സരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഇത് 3 നമ്മുടെ പ്രഖ്യാപനം ശരിവെച്ചു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. VD സതീശന് വളരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതിന് എതിരിൽ സതീശന്റെ നിലപാടിനെ കുറിച്ച് പലരും മുന്നണിക്കുള്ളിലുള്ള ആളുകളും പാർട്ടിയുടെ അനുഭാവികൾ വരെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് വളരെ വ്യക്തമായി പറഞ്ഞു, VD സതീശൻ 100% ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഇത് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു. സത്യത്തിൽ അത് അടിവരയിടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പലരും ഇന്നലെ വരെ പറഞ്ഞിരുന്നു അൻവറിനെ മുന്നണിയിലെടുത്താൽ നമുക്ക് വൻ വിജയം കിട്ടുമായിരുന്നു ഒക്കെ. പക്ഷേ ഞാനൊരൊറ്റ കാര്യം പറയാം, ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് 11,707 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അൻവറിനാണെങ്കിൽ 19,766 വോട്ടിന്റെ വോട്ട് അൻവറിന് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു വ്യക്തി എന്ന നിലക്ക് അൻവറിന് നല്ല ഒരു സ്വാധീനം, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അൻവറിന് നിലമ്പൂർ കഴിഞ്ഞു എന്നുള്ള സത്യം. പക്ഷെ അന്ന് അൻവറിനെ എങ്ങാണ്ട് മുന്നണിയിൽ എടുത്തു കഴിഞ്ഞാൽ അൻവർ എന്താ പറയുക, അൻവറിനെ കൊണ്ടാണ് ജയിച്ചത് എന്നാ പറയുക. കാരണം അൻവറിന്റെ ഓരോ പ്രസ്താവന നമുക്ക് ഇങ്ങനെ എടുക്കാം. അൻവറിനെ മുന്നണിയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചോ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്നുള്ള നിർബന്ധം പിടിച്ചു ആദ്യം അൻവർ. അത് കഴിഞ്ഞാൽ അൻവർ VD സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇത് കഴിഞ്ഞിട്ട് രണ്ടാം പിണറായിയാണ് ഷൗക്കത്ത് എന്ന് വരെ പറഞ്ഞു. വീണ്ടും പറഞ്ഞു ഞാനും കൂടെ ഉണ്ടെങ്കിൽ, അതായത് അൻവറും കൂടെ ഉണ്ടെങ്കിൽ പോലും ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ അൻവറിന്റെ ജയത്തെക്കുറിച്ചാണ് എനിക്ക് 75,000 വോട്ട് കിട്ടും, ചിലപ്പോൾ അത് 1,00,000 വരെയാവും എന്ന് പ്രവചനം നടത്തി. അത് കഴിഞ്ഞിട്ടാണ് മൂപ്പര് മുന്നണിയിൽ ഇനി ചേരണമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, വനംഗ വകുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ മുന്നണിയിൽ നടന്ന ചർച്ചയിൽ അൻവർ 3 നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് 2 കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇതൊക്കെ ഈ ബാധ്യതകളൊക്കെ ഒഴിവാക്കിയത് സത്യത്തിൽ VD സതീശന്റെ ഒരൊറ്റ തീരുമാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിനെയും കൂടി കൂട്ടിയിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷമൊക്കെ അൻവറിൻ്റെതാണെന്ന് അൻവർ അവകാശപ്പെടും. കാരണം 75,000 വോട്ട് എനിക്ക് സ്വന്തം കിട്ടുമെന്ന് പറഞ്ഞ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പോലും അത് എന്നെ കൊണ്ടാണ്, UDFിലുള്ള മറ്റു പാർട്ടികളൊന്നുമല്ല, ഞാനാണ് ഈ ജയത്തിന് ഉത്തരവാദി എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കിയത് VD സതീശന്റെ കടുത്ത തീരുമാനം തന്നെയാണ്. അൻവറിനെ എങ്ങാണ്ട് മുന്നണിയിലെടുത്താൽ ഉണ്ടാകുന്ന കുലുമാലുകൾ, പ്രശ്നങ്ങൾ, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അൻവറിന്റെ അവകാശവാദങ്ങൾ, അതുപോലെ നിയമസഭയിൽ ചോദിക്കുന്ന സീറ്റ് ചിലപ്പോൾ മന്ത്രിസ്ഥാനം വരെ വേണം എന്നൊക്കെ പറഞ്ഞാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇല്ലാതാക്കിയത് VD സതീശൻ എന്ന ഒരു വ്യക്തിയുടെ കടുത്ത തീരുമാനം എന്ന് പലരും വിമർശിച്ചത്. മുന്നണിക്കുള്ള ആളുകളും പാർട്ടിയുടെ അനുഭാവികളൊക്കെ പറഞ്ഞു സതീശൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇതൊരു തോൽവി ആയിരിക്കും ഇതിന്റെ ഫലം എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ സതീശൻ 100% ശരിയെന്ന് നമ്മൾ ചാനൽ 5 പറഞ്ഞതുപോലെ അത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നമുക്കറിയാം, നിലമ്പൂരിലെ 7 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് നേരിയ ഒരു ഭൂരിപക്ഷം LDF കിട്ടിയത്. നമ്മുടെ സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ലിൽ സ്വരാജിന് വൻ പരാജയമുണ്ട്. CPM-ന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ പോത്തുകല്ല്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വരാജിന് വോട്ടുള്ള, സ്വരാജിന്റെ വീടുള്ള നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിലെ സ്വന്തം ബൂത്തിൽ പോലും 40 വോട്ടിന്റെ പിറകിലാണ് സ്വരാജ് എന്നാലോചിക്കുമ്പോൾ CPM നിർത്താൻ പറ്റുന്നതിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഈ സ്വരാജിനെ പോലെ ഒരാളെ CPM-ന് ഈ തെരഞ്ഞെടുപ്പ് നിർത്താൻ നിലമ്പൂരിൽ ഇല്ല എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ആയ സ്വരാജിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കേരളത്തിലെ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരൊക്കെ നിലമ്പൂരിലേക്ക് ഒഴുകിയിട്ട് എനിക്ക് അവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വരാജിനെ വിജയിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരും ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതൊക്കെ ഈ അനുകൂല സാഹചര്യങ്ങളും അതുപോലെ തന്നെ 99 MLA-മാരും മുഖ്യമന്ത്രി 4 ദിവസം ക്യാമ്പ് ചെയ്യുകയും മുഴുവൻ മന്ത്രിമാരും പാർട്ടിയുടെ മൊത്തം മെഷീനറി നിലമ്പൂരിലേക്ക് പറിച്ചു നട്ടിട്ടും അതിദയനീയമായ പരാജയം CPM-നുണ്ടായത് അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂണ്ടുപലകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, അത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ ഭരണത്തെക്കുറിച്ച് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ വരുന്ന അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകാവുന്ന ഒരു വ്യക്തമായ UDF-ന്റെ മുന്നേറ്റം കൂടി നമ്മളതിൽ മുന്നിൽ കാണണം. കാരണം മലപ്പുറം ജില്ലയിൽ ആകെ CPM-നുണ്ടായിരുന്നു. CPM-ഒക്കെ സ്പോൺസേഡ് സ്ഥാനാർത്ഥികളായിരുന്നു, പെയ്ഡ് സ്ഥാനാർത്ഥികളായിരുന്നു, അതൊക്കെ വേറെ കാര്യം. അതിൽ നിലമ്പൂർ ഇപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി CPM-നുള്ളത് ഒന്ന് താനൂരാണ്. ചെറിയ ഭൂരിപക്ഷത്തിന്, വളരെ ചെറിയ ഭൂരിപക്ഷത്തിന്, അതും UDF-ന്റെ ചില ശ്രദ്ധ കുറവുകൊണ്ടാണ് അവിടെ ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹ്മാൻ ജയിച്ചത്. അതുപോലെ തന്നെ KT ജലീൽ അവസാനം ജയിച്ചതും 2000-ൽ പരം വോട്ടുകൾക്കാണ്. പൊന്നാനിയും അങ്ങനെ തന്നെയാണ്. ഈ 3 സീറ്റും കൂടെ CPM-ന് നഷ്ടപ്പെടുമെന്ന് നമുക്ക് ഇപ്പം തന്നെ പ്രവചിക്കാൻ കഴിയും. അതിന് മാത്രം വലിയ ജനവികാരമാണ്, ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മറ്റ് ചില കാര്യങ്ങളൂടെ നമ്മൾ പറയണം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന്റെ കൂടെ വെൽഫെയർ പാർട്ടി പഞ്ചായത്തിലൊക്കെ ഭരണം നടത്തിയപ്പോഴൊന്നും പ്രതികരിക്കാത്ത കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ AP ഗ്രൂപ്പ് വളരെ വ്യക്തമായി പറഞ്ഞു, ഈ UDF-ന്റെ നിലപാട് അത് BJP എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് എല്ലാവരും LDF-ന് വോട്ട് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞൊരു മുസ്ലിം സംഘടനയായിരുന്നു കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ സംഘടന. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ CPM-ന്റെ കൂടെയാണെങ്കിൽ പോലും ആര്യാട മുഹമ്മദിന് ഈ AP ഗ്രൂപ്പിന്റെ ഒരു വലിയ ശതമാനം വോട്ട് ലഭിക്കുമായിരുന്നു. അന്നൊന്നും അവരാരും പരസ്യമായിട്ട് നിലമ്പൂരിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായി പറഞ്ഞു. അതുപോലെ തന്നെ ലീഗിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി സമസ്തയിലെ ഒരു ചെറിയ വിഭാഗം, ഷജറ വിഭാഗവും ഈ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം നിന്നു. ഒന്നുകിൽ പരസ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ രഹസ്യമായിട്ടായാലും അവരുടെ പിന്തുണയും LDF-നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത, എങ്ങനെയൊക്കെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ലഭിക്കാൻ പറ്റും എന്ന രീതിയിലുള്ള എല്ലാ പ്രചരണവും CPM അവിടെ നടത്തി. SDPI-യുടെ PDP കൂടെ നിൽക്കുമ്പോഴും SDPI ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ഒക്കെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർ പ്രചരണവും ഒക്കെ നടന്നു. അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭ CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചത് അത് അവരങ്ങ് വിഴുങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വിജയം നമുക്കപ്പോൾ അവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ UDF-നുണ്ടായ ഈ ഐക്യം തന്നെയാണ് അതിൻ്റെ വലിയൊരു ഘടകം. നമുക്കറിയാം, എവിടെ തെരഞ്ഞെടുപ്പ് വന്നാലും മകൻ മരിച്ചാലും മരുമകൾ കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവണത കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ പല സീറ്റുകളും നഷ്ടപ്പെട്ടത് ഈ ഗ്രൂപ്പ് കളിയുടെ ഫലമായിട്ടായിരുന്നു. എന്നാൽ നിലമ്പൂരിൽ വളരെ ചിട്ടയിൽ ഏത്, I ഏത്, B ഏത് എന്നറിയാതെ, ലീഗ് ഏത്, കോൺഗ്രസ് ഏത് എന്നറിയാതെ ഒറ്റക്കെട്ടായി കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും ഒത്തൊരുമിച്ച് നിന്നതിൻ്റെ വിജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് തുടരണം. ഇത് തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലരും ചോദിക്കേണ്ട 31 സീറ്റ് വേണം ഇനി ഭരണം കിട്ടണമെങ്കിൽ. ഈ 31 സീറ്റല്ല, 50 സീറ്റ് CPM ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചടക്കാൻ
ഈ ഒറ്റക്കെട്ടായി മുന്നണിയെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UDFന് കഴിയും. അതിൻ്റെ പാഠമാണ് ഈ നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ചെറിയൊരു ഭിന്നിപ്പുണ്ടാക്കിയിട്ട് AP ഗ്രൂപ്പിൻ്റെയും സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ ഒക്കെ പിന്തുണ ജമാഅത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടൊക്കെ ലഭിക്കാനുള്ള ശ്രമം നടത്തിയതും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചീറ്റിപ്പോയി. അതോടൊപ്പം ഒരു ചെറിയ സംശയം കൂടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ആളുകൾ തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ടൊക്കെ വരുന്നതിനിടയ്ക്ക് തന്നെ പറഞ്ഞു നമ്മുടെ സ്വരാജിനെ ചിലപ്പോൾ രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കുറേ അധികം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്താവനയാണ് നമ്മുടെ ഗോവിന്ദ മാസ്റ്ററുടെ ഞങ്ങൾക്ക് പണ്ട് RSSുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള പ്രഖ്യാപനം. അതിന് മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം നമ്മൾ കണ്ടിരുന്നു BJP ആയിട്ടുണ്ടായ ബന്ധത്തെക്കുറിച്ച് തന്നെ. അതുപോലെ ഇതൊരു ബോധപൂർവം ഗോവിന്ദ മാഷും പിണറായി വിജയനും കൂടി ചെയ്ത ഒരു കളിയാണോ എന്നും സംശയിക്കണം. കാരണം CPMൽ ഇപ്പോൾ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ പലരും പറയാതെ പറയുന്നുണ്ട് അത് നമ്മുടെ സ്വരാജ് ആയിരിക്കുമെന്നൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മരുമകനും തനിക്കും കുടുംബത്തിനൊക്കെ ഭീഷണിയാകുമെന്ന് കരുതിയിട്ട് തോൽക്കാൻ വേണ്ടി അവസാനം ഒരു കളി CPM കളിച്ചോ എന്നുകൂടെ ചിന്തിച്ചുകൂടായികയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ്യസഭയോട് കൊടുത്താൽ ഇവരെയൊക്കെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് കയറ്റി വിട്ടാൽ ഇവിടെ സുരക്ഷിതമാകും എന്ന ഒരു കളിയും കൂടെ ഈ നിലമ്പൂരിൽ നടന്നിട്ടുണ്ട്.